വൈവിധ്യതയിൽ സമ്പന്നമാണ് നമ്മുടെ നാട്. ഇവിടെ വ്യവസായത്തിലൂടെ വളർന്നവർ ഒട്ടനവധി. വ്യക്തിയിൽ നിന്നും വ്യവസായ ഗ്രൂപ്പുകൾ രൂപപ്പെടുന്നു. ആ ഗ്രൂപ്പുകൾ നേടിയ വൻ വിജയങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ജയാസ് ഗ്രൂപ്പിൻ്റെയും വളർച്ചയ്ക്ക് പിന്നിൽ അധ്വാനത്തിൻ്റെയും പാരമ്പര്യ വ്യവസായത്തിൻ്റെയും പിൻബലമാണുള്ളത്. ജയാസ് ഗ്രൂപ്പിൻ്റെ മേഫ്ലവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് രുചിയുടെ രസക്കൂട്ടുകൾ ഒരുക്കി ഭക്ഷണപ്രേമികളെ അമ്പരപ്പിക്കുകയാണ്. കണ്ടാൽ നാവിൽ കൊതിയൂറുന്ന ഈ വിഭവങ്ങൾ തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്രയും. ജയാസ് ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ രതീഷ് പറയുന്നത് കേൾക്കൂ. ആക്ച്വലി എൻ്റെ ഗ്രാൻഡ് ഫാദർ ശ്രീ കുട്ടികൃഷ്ണൻ നായർ, അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു കോമൺവെൽത്ത് നെയ്ത്ത് കമ്പനിയിൽ തൊഴിലാളിയായിട്ടാണ് തുടങ്ങിയത്. അതിനുശേഷം അദ്ദേഹം വയനാട്ടിലേക്ക് പോവുകയും അവിടെ ചെറിയ രീതിയിലുള്ള ടിമ്പർ ബിസിനസ്സും അതുപോലെ അവിടെ ഒരു ഹോട്ടൽ തുടങ്ങുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം ആ സമയത്ത് എൻ്റെ ഫാദർ മെഡിസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗ്രാൻഡ് ഫാദർ പെട്ടെന്ന് മരിക്കുകയും അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ അച്ഛന് മെഡിസിൻ പഠനം തുടരാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയും അദ്ദേഹം ബിസിനസ് തുടരുകയാണ് ചെയ്തത്. ഹോട്ടൽ ജയ കോഴിക്കോട് തുടങ്ങിയത് 1991 എൻ്റെ ഫാദറാണ് തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നുണ്ട്. അതിനോട് ഒപ്പം തന്നെ ഞങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരു 6 വർഷം മുമ്പ് മെയ്ഫ്ലവർ എന്ന പേരിൽ ഒരു നോൺ വെജിറ്റേറിയൻ സെക്ഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജയാസ് ഗ്രൂപ്പിന് ഇന്ന് പല വ്യവസായങ്ങളുമുണ്ട്. ചെറുപ്പകാലം മുതൽ ഹോട്ടൽ ബിസിനസ് കണ്ടു വളർന്നതിനാൽ ഈ ബിസിനസ്സിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞതായി രതീഷ് പറയുന്നു. കോഫി ടീ പ്ലാന്റേഷൻ, റബ്ബർ എസ്റ്റേറ്റ്, റിസോർട്ട്, ചെരുപ്പുകളുടെ മൊത്തവ്യാപാരം കൂടാതെ പുതിയതായി യാക്ക കമ്പ്യൂട്ടർ ആക്സസറീസ് എന്ന സ്ഥാപനവും തുടങ്ങിയിട്ടുണ്ട്. ജയാസ് ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള മേഫ്ലവർ റെസ്റ്റോറൻറ്റ് ഇന്ന് വളരെയേറെ ജനകീയമായി കഴിഞ്ഞിരിക്കുന്നു. ബേസിക്കലി എൻ്റെ ഫാദർ തുടങ്ങിയത് ടിമ്പർ ബിസിനസ്സിലായിരുന്നു. ഇത് കൃഷ്ണസാഗർ ടിമ്പർ കമ്പനി എന്ന് പറഞ്ഞ് കല്ലായിലൊരു കമ്പനി ഉണ്ടായിരുന്നു. അത് വളരെയധികം നല്ല രീതിയിൽ അദ്ദേഹം നടത്തുകയുണ്ടായി. അതിലാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ തുടക്കം. പിന്നെ അതിനുശേഷം വയനാട്ടിൽ പല പ്ലാന്റേഷൻസും അതുപോലെ തന്നെ കോഫി, ടീ, പെപ്പർ എന്നിവ ഉള്ള പ്ലാന്റേഷൻസ് ഉണ്ട്. അതിനുശേഷം 91 ഹോട്ടൽ ജയ തുടങ്ങുന്നത്. നമ്മൾ കസ്റ്റമേഴ്സിനൊരു വിശ്വാസം ഉണ്ടാകുന്ന പ്രധാന ഘടകമാണ്. വിശ്വാസത്തിൻ്റെ പുറത്താണ് കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നതും ഭക്ഷണം കഴിക്കുന്നതും. അവർക്ക് അതിൻ്റെ ക്വാളിറ്റി കീപ്പപ്പ് ചെയ്തുകൊണ്ട് കൊടുക്കാൻ പരമാവധി നമ്മൾ ശ്രമിക്കാറുണ്ട്. ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം സർവീസ്, അതുപോലെ ഫുഡിൻ്റെ ക്വാളിറ്റി, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അതിൽ നമ്മൾ നല്ല സമർത്ഥരായ പാചകക്കാരെയും അതുപോലെ തന്നെ നല്ല പരമാവധി ഗുണമേന്മയിൽ കൊടുക്കാൻ പറ്റുന്ന ഗുണമുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ആ രീതിയിൽ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. കാറ്ററിംഗ് യൂണിറ്റ് വളരെ വിപുലമാണ്. എത്ര പേർക്ക് വേണമെങ്കിലും ഭക്ഷണം സർവീസ് ചെയ്യുന്നതിന് ഇന്ന് സൗകര്യമുണ്ട്. ഹോം ഡെലിവറിയാണ് മറ്റൊരു പ്രത്യേകത. മേഫ്ലവറിലേക്ക് ഒരു ഫോൺ കോൾ മതിയാവും ഭക്ഷണം സ്വന്തം വീട്ടിലെത്താൻ. ഞങ്ങൾ മേഫ്ലവർ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് മേഫ്ലവർ കാറ്ററിംഗ് യൂണിറ്റാണ്. അത് ഔട്ട്ഡോർ കാറ്ററിംഗ് യൂണിറ്റ് ഏറ്റെടുത്ത് ഇന്നത്തെ ഇപ്പം മാറിയ സാഹചര്യത്തിൽ പണ്ടൊക്കെ എല്ലാ വീട്ടിലും ഒരു കാരണവരും അവരോടനുബന്ധിച്ച് എന്ത് പരിപാടി ഉണ്ടെങ്കിലും നടത്താനുള്ള ആളുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഈ ന്യൂക്ലിയർ ഫാമിലി വന്നതിന് ശേഷം അങ്ങനെയുള്ള ഒരു പരിപാടി ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു കല്യാണം ഉണ്ടെങ്കിൽ അത് നടത്താനുള്ള ആൾബലം വളരെ കുറവാണ്. അപ്പോൾ നമ്മളിപ്പോഴുള്ള കാറ്ററിംഗ് സ്ഥാപനങ്ങളെയാണ് അധികം ആളുകളും ആശ്രയിക്കുന്നത്. അപ്പോൾ അവർക്ക് പരമാവധി നല്ല രീതിയിൽ അവരെ ഫങ്ഷൻസ് നടത്തി കൊടുക്കാൻ വളരെയധികം സുസജ്ജമായ ഒരു കാറ്ററിംഗ് യൂണിറ്റ് ഉണ്ട്. 50 ആൾ മുതൽ 5000 എത്ര ആളുകൾ വന്നാലും കാറ്ററിംഗ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും മേഫ്ലവർ കാറ്ററിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡാണ് ഹോം ഡെലിവറി. അപ്പോൾ അധികം ടൗണുകളിലൊക്കെ, പ്രത്യേകിച്ച് കോഴിക്കോട് ടൗണിലൊക്കെ ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്ന സാഹചര്യം ഇതൊക്കെ വരുമ്പോൾ അധികം ആളുകളും പ്രിഫർ ചെയ്യുന്നത് വൈകുന്നേരം വീട്ടിലെത്തി കഴിഞ്ഞാൽ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ അത് അവിടെ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ഹോം ഡെലിവറി ടീമും മേഫ്ലവറിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഞങ്ങൾ 3 ബ്രദേഴ്സാണ്. എനിക്കൊരു ഏട്ടനും ഒരു അനിയനും ഉണ്ട്. അപ്പോൾ ചെറുപ്പകാലം മുതൽ ഹോട്ടൽ ബിസിനസ് രംഗത്ത് അച്ഛൻ്റെ ആ ഒരു കഴിവും ആ ഒരു ആത്മാർത്ഥതയും കഠിനാധ്വാനം ഒക്കെ കണ്ടാണല്ലോ വളർന്നത്, ആ ഒരു സത്യസന്ധത. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു 2 വാക്ക്. ഫസ്റ്റിൽ എൻ്റെ അച്ഛൻ ശ്രീ വിവേകാനന്ദൻ നായരും അതുപോലെ തന്നെ അച്ഛൻ്റെ അനിയൻ ശ്രീ ജയപാലൻ നായരും രണ്ടുപേരും കൂടിയായിരുന്നു ബിസിനസ്സൊക്കെ നോക്കിയത്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് അവരെ കണ്ടിട്ടാണ് കുട്ടികളായിരിക്കുമ്പോൾ വളരുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളെ റോൾ മോഡൽസ് നമ്മൾ അച്ഛനും അച്ഛനൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ബിസിനസ്സിനോട്
ഒരു ബിസിനസ്സുകാരനാവുക എന്നുള്ള ഒരു ആഗ്രഹം അന്ന് മുതലേ ഉണ്ടായിട്ടുണ്ട്.